നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ലോകത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാജ്യം സ്വന്തം പൗരന്മാർ, അവിടുത്തെ ജൻസി, അവിടുത്തെ ചെറുപ്പം എന്നിട്ട് അവർ പ്രക്ഷോഭത്തിനിറങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യോ? ഒരു അപേക്ഷയുമില്ലാണ്ട് രാജ്യത്തിന്റെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി മാർച്ച് നടത്തുകയും അത് തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കല്ലെറിയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ എന്താ രാമരാമ ജപിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമ്മള് രാജ്യത്ത് കണ്ട കാര്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല ലോകത്ത് സമീപകാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലൊരു ബ്രൂട്ടൽ അറ്റാക്ക് കണ്ടിട്ടുണ്ടോ? എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ എന്റെ ട്രൈ കണ്ട അവള് വീണു. ഇന്നലെ എന്താ സംഭവിച്ചു? ഞാനതാ പറഞ്ഞു വന്നത്. ഇന്നലെ വൈകുന്നേരം വരെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ആയിരുന്നു. ഇവിടെ ഒരാൾക്കും വാട്സപ്പ് സന്ദേശങ്ങൾ പോലും കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടുത്തെ സോക്കോൾഡ് നാഷണൽ മീഡിയാസ് പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടു. അതിൽ അഭിമാനത്തോടെ മലയാളികൾക്ക് ഓർത്തുവയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളാണ് ആദ്യം മുതൽ ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടത്ര പ്രാധാന്യം ഒരു പരിധിവരെയെങ്കിലും നൽകിയത്. ബാക്കി മുഴുവൻ പേരും ഒരു ഇത് നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പ്രതിഷേധ സമരം നടത്തിയിട്ട് അക്രമം നടത്തി പോലീസുകാരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഈ രോഷമായി കണ്ട് പോലീസുകാർ നമസ്കരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങളെയും ഇത് കാണുന്ന ആൾക്കാരെയും ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചീട്ടി കൂട്ടും ഞാൻ. Please subscribe my channel.